ഹലോ ഗൈസ്. ഇപ്പൊ സമയം ഏകദേശം രാത്രി 11:30 11:45 കേട്ടോ. നമ്മളൊരു വീടിന്റെ അവസ്ഥയാണ് ട്ടോ ഈ കാണുന്നത്. ഇന്നൊരു കുട്ടി ക്ലീനിങ് വീഡിയോ ആണ്. നമ്മുടെ വീടിന്റെ ഈ കോലം കാണുമ്പോൾ ഇന്നത്തെ ദിവസം അടിച്ചു വാരിയിട്ടില്ല, തുടച്ചിട്ടില്ല, അതൊന്നും ആരും വിചാരിക്കരുത്. ഒന്നിൽ കൂടുതൽ വട്ടം തുടക്കലും 2-3-4 വട്ടം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞൊരു വീടാട്ടത്. കുഞ്ഞുമക്കളുള്ള എല്ലാ വീടിലെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും അല്ലേ? ഓരോന്ന് എടുക്കലും വലിക്കലും പെറുക്കലും അങ്ങോട്ടെറിയലും ഇങ്ങോട്ടെറിയലും ഒക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെ ഞാനിതാ ഹർഷക്കുട്ടനെയൊക്കെ ഉറക്കിയതിന് ശേഷം രാത്രിയാണ് ട്ടോ വീട് തട്ടിക്കൊട്ടി അടിച്ചു വരാൻ പോകുന്നത്. ആദ്യം തന്നെ സോഫയിലുണ്ടായിരുന്ന സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പൊടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെ കൊട്ടിയെടുത്തു. നമ്മളെ സെറ്റീൻ്റെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ സ്നാക്സ് കഴിച്ച പൊടികൾ, അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുത്തു. വീട് ഇങ്ങനെ ഇട്ട് ഉറങ്ങാൻ എനിക്കെന്തോ മനസ്സ് വന്നില്ല, അതുകൊണ്ടാട്ടോ ഞാൻ വേഗം തന്നെ അടിച്ചു വരുന്നത്. നാളത്തെ ദിവസം ഇനി നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ എന്താ ഏതാ സ്ഥിതി എന്നൊന്നും അറിയില്ല. കാരണം കുഞ്ഞു കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ്റെ മൂഡിനനുസരിച്ച് എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഫുഡ് കഴിച്ച പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ ഉറുമ്പും വരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ രാത്രി തന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത്. രാത്രി ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ, വീട് കാണാനും പിന്നെ അന്നത്തെ ദിവസത്തെ പണി എടുക്കാനൊക്കെ. അടിച്ചുവാരലും തുടക്കലും ആണ് എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ ഞാൻ അടിച്ചുവാരലൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. നമ്മൾ ആ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അങ്ങനെ അടുക്കള അടിച്ചുവാരി കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹർഷക്കുട്ടി എഴുന്നേറ്റു കേട്ടോ. പിന്നെ പോയി ഹർഷുവിനെയൊക്കെ ഒന്ന് ഉറക്കി വന്നതിന് ശേഷം വേഗം തന്നെ ഞാൻ കിച്ചണിലേക്ക് എത്തി. നമ്മളെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇത് കഴുകി വെച്ചാൽ തന്നെ, കഴുകി മാറ്റി വെച്ചാൽ രാവിലെ വെള്ളമൊക്കെ പോയി നല്ല സെറ്റ് ആയിക്കോളും. അടുത്ത എൻ്റെ മെയിൻ പരിപാടി പാത്രം കഴുകലാണ് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് പാത്രം കഴുകൽ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വേറെ ആരില്ലല്ലോ ചെയ്തു തരാൻ. എനിക്കാണെങ്കിൽ ഒരു ലോഡ് പാത്രം കഴുകാനും ഉണ്ട് കേട്ടോ. അങ്ങനെ വേഗം തന്നെ പാത്രം കഴുകൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇരുടാണ്, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെളിച്ചോ വെട്ടമോ ഒന്നും പുറത്തില്ല. ഞാൻ വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി നമുക്ക് പുറത്ത് പാത്രമൊക്കെ കമത്താനൊരു സ്ഥലമുണ്ട് കേട്ടോ, അവിടേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ ചോർന്ന് പോയതിന് ശേഷം പിറ്റേ ദിവസമായിട്ടേ ഞാൻ എടുത്ത് അകത്തേക്ക് വെക്കുകയുള്ളൂ. അടുത്ത മെയിൻ പരിപാടി ഇതാ തുടക്കലാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ തുടക്കുകയാണ്. റൂമും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഹാളും കാര്യങ്ങളൊക്കെ തുടക്കുകയാണ്. ഇതാ വീടൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കിച്ചണും അകവും എല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി വേഗം ഒന്ന് കുളിച്ചതിന് ശേഷം കിടന്നുറങ്ങണം. സമയം കണ്ടോ, 1:05 കേട്ടോ.